നമ്മൾ ഇനി ഒരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ദേശീയ മണ്ഡലം. ആലപ്പുഴ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന ഇടതുമുന്നണിയുടെ ഏക കനൽ തരി MP ആയിട്ടുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ KC വേണുഗോപാൽ, AM ആരിഫ്, ശോഭാ സുരേന്ദ്രൻ കടുത്ത രാഷ്ട്രീയ പോരിന് ഒരുങ്ങി നിൽക്കുകയാണ്. ആലപ്പുഴ അതിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ ആലപ്പുഴയുടെ മണ്ണിനെ, ആലപ്പുഴയുടെ വെള്ളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉഴുതുമറിക്കുകയാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും. എന്താണ് ചെയ്യാൻ സാധിക്കുക? ശോഭാ സുരേന്ദ്രൻ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. വോട്ട് വ്യത്യാസം കൂട്ടാൻ കഴിയുമോ എന്ന് KC വേണുഗോപാലിന് നേരത്തെ പറഞ്ഞ ഒരു കനൽത്തരി കെടുത്തി അവിടെ വിജയം കൈവരിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. AM ആരിഫിന് അത് നിലനിർത്താൻ കഴിയുമോ? ആലപ്പുഴ CPM-ന്റെ അടിയുറച്ച മണ്ഡലമാണ്. ഏത് വേവിലും തരംഗത്തിലും എന്ന് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. ഈ സ്ഥാനാർത്ഥികളുടെ മൂന്നുപേരുടെയും മെറിറ്റ് നോക്കൂ. ഒന്ന് KC വേണുഗോപാൽ, കണ്ണൂർകാരനാണ്. KSU നേതൃനിരയിലേക്ക് വന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ വന്നു, ദേശീയ നിരയിലേക്ക് യുവ നേതാവ് എന്ന നിലയിൽ പോയി. അതിനുശേഷം ചെറിയ പ്രായത്തിൽ ജനപ്രതിനിധിയാകുന്നു. ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ നാട്ടിലല്ലാത്തൊരിടത്ത് വരുന്നു. തുടർച്ചയായി നിയമസഭയിൽ നിന്ന് അവിടെ നിന്ന് ഭൂരിപക്ഷം കൂട്ടി വിജയിക്കുന്നു. ചെറിയ പ്രായത്തിൽ മന്ത്രിയാകുന്നു. അതിനുശേഷം ലോക്സഭയിലേക്ക് പോകുന്നു. അവിടെ എത്തി സംഘടനാ ജനറൽ സെക്രട്ടറിയായി മാറുന്നു. അതിനു മുൻപ് കേന്ദ്രമന്ത്രി പദം അദ്ദേഹം വഹിക്കുന്നു. തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥിയുടെ ട്രാക്ക് റെക്കോർഡും ഒട്ടും മോശമല്ല. കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയയായ നേതാവ് ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അരൂരിൽ നിയമസഭയിലേക്ക് ഒരു വലിയ വിജയത്തോടു കൂടി വന്ന ആളാണ്. രാഷ്ട്രീയത്തെ എങ്ങനെ അടയാളപ്പെടുത്തും? AM ആരിഫിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കാലങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ മിന്നുന്ന വിജയം. ഭൂരിപക്ഷം കുറവാണ്, പക്ഷേ വലിയ വിജയം അവിടെ ഏക ഇടത് സ്ഥാനാർത്ഥി എന്ന പേര് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യം. പക്ഷേ CPM-നെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു ഗൗരിയമ്മയെ തോൽപ്പിക്കുക എന്നത്. ആലപ്പുഴയിൽ പലവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും തുടർച്ചയായി 10-11 തവണ അല്ലേ അരൂരിൽ 11ാമത്തെ തവണ മത്സരത്തിന് ഇറങ്ങുമ്പോഴാണ് എന്നാണ് എന്റെ ഓർമ്മ. ഗൗരിയമ്മ മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിയായി പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട്. UDF-ൽ വന്നതിന് ശേഷം ചെറുപ്പക്കാരിലൂടെയാണ് ആ മണ്ഡലം പിടിക്കുന്നതിന് ശേഷം MP ആകുന്നത്. ശോഭാ സുരേന്ദ്രൻ നോക്കൂ, BJP-യിൽ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. വോട്ടില്ലാത്തടത്ത് BJP-ക്ക് വോട്ടുണ്ടാക്കിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. അതെ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച വോട്ട് വ്യത്യാസത്തോടാണ്. അതെ, അവിടെ ആറ്റിങ്ങലിൽ പാലക്കാടൊക്കെ ശോഭാ സുരേന്ദ്രൻ BJP-ക്ക് വേണ്ടി ഏറ്റവും അധികം വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള വനിതയാണ്. ആ ഒരു പ്രാധാന്യം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ LDF-നെ സംബന്ധിച്ച് സിറ്റിംഗ് മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. KC വേണുഗോപാലിനെ ഒരിക്കലും ആലപ്പുഴ നിരാശപ്പെടുത്തിയിട്ടില്ലെങ്കിലും KC പോയ ആലപ്പുഴയല്ല KC രണ്ടാമത് മത്സരിക്കാൻ തിരിച്ചു വന്ന ആലപ്പുഴ എന്ന ആത്മവിശ്വാസമുണ്ടല്ലോ. ഒറ്റ സീറ്റ് മാത്രം LDF വിജയിച്ച ആ സീറ്റിൽ തന്നെ KC വേണുഗോപാൽ മത്സരിക്കുക. ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാം എന്ന് പല ആളുകളും ഒരുപക്ഷെ ഉപദേശിച്ചിട്ടാണ്. എങ്കിലും ആത്മവിശ്വാസത്തോടെ അവിടെ മത്സരിക്കാൻ KC തയ്യാറായി എന്ന് തന്നെയാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ് KC സംബന്ധിച്ച്. തീർച്ചയായും നമുക്ക് രണ്ട് ആലപ്പുഴക്കാരുണ്ട്, രഘുനാഥ് നാരായണനും അതുപോലെ തന്നെ ബിനിലും. എന്താണ് ആലപ്പുഴയുടെ ഹൃദയമിടിപ്പ് എന്ന് അവര് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ആദ്യം രഘുവിലേക്ക്. രഘു, ആലപ്പുഴയിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് പറയാം. സാധാരണ നിലയിൽ കവിഞ്ഞ് BJP-യും കൂടി അധ്വാനിക്കുന്നുണ്ട്. CPM-ന് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമോ? അതുതന്നെയാണ് CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നവും. കഴിഞ്ഞ 5 വർഷം സൈബർ ഇടങ്ങളിലൊക്കെ നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സൈബർ പോരാളികൾക്കൊക്കെ പറയാനുണ്ടായിരുന്ന ഒരേ ഒരു പേര് ആരിഫിൻ്റെയാണ്. കനൽ ഒരു തരി മതി എന്നുള്ള രീതിയിലായിരുന്നു സൈബർ ഇടങ്ങളിലൊക്കെ സൈബർ സഹാക്കൾ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളും, പല നിലപാട് വ്യത്യാസങ്ങൾക്കൊക്കെ എതിരെ സൈബർ ഇടങ്ങളിൽ CPM-ന്റെ ആളുകളൊക്കെ പ്രതികരിക്കും. അതുകൊണ്ട് ആ കനൽ തരി കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് CPM-ന്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ ഒരു വലിയ അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ സമര പാരമ്പര്യമുള്ള മണ്ണിൽ അവിടെയാണ് രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ KC വേണുഗോപാൽ ലാൻഡ് ചെയ്യുന്നത്. അദ്ദേഹം രാജ്യസഭാ MP ആണ്. അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരത്തിൽ നിന്ന് മാറി നിന്നത്. പക്ഷേ ഓരോ സീറ്റും നിർണായകമാണ് എന്നുള്ളൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പക്കാരായ ആളുകളൊക്കെ പറഞ്ഞത് KC-ക്ക് അതിൻ്റെ ആവശ്യമില്ല, KC മത്സരിക്കില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടക്കം മനസ്സിലാക്കിയത്. എന്തായാലും കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും പ്രതിപക്ഷത്ത് വന്നാലും ഒരു വലിയ നിർണായകമായ അധികാര സ്ഥാനത്ത് ശ്രേണിയിൽ വരാൻ സാധ്യതയുള്ള കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹം ദേശീയ നേതാവാണ്. അതുതന്നെയാണ് KC വേണുഗോപാലിൻ്റെ ഒരു
പ്ലസ് പോയിന്റ്. രാഹുൽ ഗാന്ധിയുടെയൊക്കെ വളരെ അടുത്ത ആള്, ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ആൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും അധികാര ശ്രേണിയിൽ, പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ അധികാര ശ്രേണിയിൽ നിർണായകമായ അധികാരം പങ്കിടാൻ പറ്റുന്ന ആളാണ്. പറഞ്ഞു വരുന്നത് നേരിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഭരണത്തിലെത്തിയില്ലെങ്കിൽ അധിർ രഞ്ജൻ ചൗധരി ഒരുപക്ഷെ അവിടെ വലിയ വെല്ലുവിളി കക്ഷി നേതാവാകും ലോക്സഭയിൽ എന്നതാണ് രഘു പറയാതെ പറഞ്ഞത്. രഘുവിന് പറയാനൊരു മടി. ബിനിൽ കൂടിയുണ്ട്. ബിനിൽ, എന്താണ് സ്ഥിതി അവിടെ? ഈ കാര്യങ്ങൾ ഈസിയാണോ കേസിക്ക് എന്ന്? മാത്രമല്ല ഈ ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കും, ആർക്കായിരിക്കും ഡാമേജ്, അതൊരു വലിയ ചോദ്യമല്ലേ? അതെ രതീഷ്, സ്വാഭാവികമായും അവിടെ ND അതായത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എത്രമാത്രം വോട്ട് പിടിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,86,000 വോട്ട് പിടിച്ചപ്പോഴാണ് കേരളം ആകെ ഒരു UDF തരംഗമുണ്ടായപ്പോഴും AM ആരിഫിന് വിജയിച്ചു വരാൻ കഴിഞ്ഞതെന്നത് രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴയ വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ 1,86,000 നിന്ന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോയാൽ അവർ അധികമായി പിടിക്കുന്ന വോട്ട് ഏത് എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. SNDP ഈഴവ വോട്ടുകളിലേക്ക് കൂടുതൽ ശോഭാ സുരേന്ദ്രൻ കടന്നു കയറിയാൽ സ്വാഭാവികമായും ആ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ AM ആരിഫ് ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിച്ചു വന്നപ്പോൾ AM ആരിഫിന് സ്വന്തം മണ്ഡലമായ അരൂരിൽ പുറകിലാണ് പോയത്. അദ്ദേഹത്തെ രക്ഷിച്ചത് തൊട്ടടുത്ത മണ്ഡലമായ ചേർത്തലയായിരുന്നു. അവിടെ അദ്ദേഹത്തിന് നല്ല മേൽക്കോയ്മയിലേക്ക് വരാൻ കഴിഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം, അതായത് കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന ചേർത്തല മണ്ഡലത്തിൽ ആരിഫിന് വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. ആ കാര്യം പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അധികമായി വോട്ട് നേടിയാൽ ആ വോട്ട് ആരുടെ വോട്ടായിരിക്കും എന്നത് നമ്മൾ വളരെ കരുതലോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയാണ്. അവിടെ CPM-നകത്ത് വലിയ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഉറങ്ങിക്കിടക്കുന്ന സംഘടനാ പ്രശ്നങ്ങളാണ്. ഏത് നിമിഷവും അതൊക്കെ പുറത്തേക്ക് വരാവുന്നതും കൂടിയാണ്. അതെങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തെ ബാധിക്കുക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ ദൗർബല്യങ്ങൾ, സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഡാമേജും പറ്റിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 ടേമുകൾ നമ്മൾ തുടർച്ചയായി ഇത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരസ്യമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഹരിപ്പാട് ഒഴികെ ഒരു മണ്ഡലത്തിലും നിയമസഭയിൽ കോൺഗ്രസിന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. കോൺഗ്രസിനും ശക്തമായ സംഘടന ഉള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴയെങ്കിലും നിയമസഭയിൽ അത് നമുക്കറിയാം LDF-ന്റെ വലിയ ഒരു ശക്തി കേന്ദ്രമായി അവശേഷിക്കുകയാണ്. നമുക്ക് അതാണ് ആലപ്പുഴയിലെ കലാശക്കൊട്ട്. വല്ലാത്തൊരു ഫൈറ്റാണ് ഈ സ്ഥാനാർത്ഥികൾ. നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥികൾ 3 പേരും മിടുക്കരാണ്, ഒരു രക്ഷയുമില്ല. വലിയ ജനകീയതയുള്ള ആളുകളാണ്. നമുക്ക് ചില കണക്കുകൾ ഒന്ന് പരിശോധിച്ചിട്ട് വരാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെ ഫലം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 3 തവണത്തെ ഇലക്ഷൻ റിസൾട്ട്. ഇത് 2014, 2019 LDF പിടിക്കുന്നത്. അതായത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറിയതിന് ശേഷം UDF ആ മണ്ഡലം നഷ്ടപ്പെടുത്തുന്നു. ആ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാൽ വീണ്ടും വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. 2009-ലും 2014-ലും ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയത് KC വേണുഗോപാലാണ്. എന്നാൽ 2019-ൽ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി AM ആരിഫ് LDF-ന്റെ ഈ സംസ്ഥാനത്തെ ഏക മണ്ഡലമാക്കി ആലപ്പുഴയെ മാറ്റി. നിലവിലെ LDF-ന്റെ ഏക സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിലാണ് അതിശക്തമായ മത്സരം ഈ കുറി നടക്കുന്നത്. അതിൽ BJP പിടിക്കുന്ന വോട്ടും ഒരു ഫാക്ടറാവും. നമുക്ക് എന്തൊക്കെ ഘടകങ്ങൾ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. എന്തൊക്കെ ഘടകങ്ങളാണ് ആലപ്പുഴയെ ഇത്തവണ നിർണ്ണയിക്കുന്നത് എന്നത് കൂടി സ്ക്രീനിൽ. ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള CPM-ന്റെ അവിടുത്തെ ഒരു വേവിലും ഇളകാത്ത ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം, ആരിഫിന്റെ വിജയം തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതൊരു കേഡർ വോട്ടാണ്. ശക്തമായ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ഇളകാതെ നിന്ന, ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ഇളകാതെ നിന്ന ആരിഫിന് ആ വോട്ടുകൾക്ക് അപ്പുറം സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം, അവർക്ക് എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ SDPIയുടെ പിന്തുണ, SDPIക്ക് പ്രത്യേകിച്ച് KS ഷാന്റെ വധമടക്കമുള്ള കാര്യങ്ങൾ വിഷയമായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ. SDPI വോട്ടുകൾ UDF-ന് എന്നുള്ള ഒരു നില ഉള്ളതുകൊണ്ട് അത് വോട്ടുകൾ ഒരുപക്ഷെ UDF-നും തുല്യമായി കിട്ടാം. അതേസമയം തന്നെ CPM-ലെ വിഭാഗീയത പ്രശ്നമുണ്ട്. ഈഴവ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, പക്ഷെ അത് അങ്ങനെ സാധാരണ നിലയിൽ അത് ഇടതുപക്ഷത്തിന് പൊളിറ്റിക്കലി കിട്ടുന്ന വോട്ടുകളാണ്. അത് ജാതീയമായി ഒരു ധ്രുവീകരണത്തിൽ പോവുക എന്നുള്ളതിന്റെ സാധ്യത കുറവാണ്.
പക്ഷേ അങ്ങനെ ഒരു എങ്കിലും ഘടകം കൂടി SNDP യുടെ ഒരു വർദ്ധിച്ചാൽ നിലപാടൊക്കെ ഒരു വളരെ പ്രധാനമായി തീർച്ചയായും BDJS പരീക്ഷണത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴ ജില്ലയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. വെള്ളാപ്പള്ളി നിൽക്കുന്നു. സംഘടനാ സംവിധാനം കൂടുതൽ സജീവമാണ് ആ മേഖലയിൽ. ശോഭാ സുരേന്ദ്രനാണ് ആ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക തുടങ്ങിയ കാര്യം. ശരി, ഏതായാലും അതൊരു KC ഘടകമാണ്. എന്ന നിലയിലാണ് പൊതുവിൽ അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത് KC വേണുഗോപാൽ വിജയിക്കും എന്നതാണ് പൊതുവിൽ എത്ര അഭിപ്രായ വോട്ടിന്റെ ഒരു സർവേകൾ ഭൂരിപക്ഷം പറയുന്നത്. എന്നുള്ളതാണ് ഏറ്റവും ആലപ്പുഴ വളരെ ഇപ്പോൾ നമ്മൾ ഭൂരിപക്ഷം ആർക്ക് എന്നുള്ളതല്ല ആലപ്പുഴയിലെ ചോദ്യം. മത്സരം തന്നെയാണ്, വളരെ ശക്തമായ മത്സരമാണ് ആലപ്പുഴയിൽ. എന്റെ അഭിപ്രായത്തിൽ ആരും ജയിക്കാം. KCയുടെ ഭൂരിപക്ഷം മാത്രമാണ് വിഷയമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഭിപ്രായ സർവേകൾ KC വേണുഗോപാലിന് ഒരു എഡ്ജ് നൽകുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും പ്രവചനാതീതമായ മത്സരം ആലപ്പുഴയിൽ